നാം ഒരിക്കലും യുദ്ധങ്ങളോടോ യുദ്ധ സംവിധാനങ്ങളോടോ ഒന്നും ഏതൊരു പ്രോത്സാഹനങ്ങളും നൽകിയ മതമല്ല. ഏത് മതമാകട്ടെ, ഏത് വർണ്ണമുള്ളവനാകട്ടെ, അവനോട് എങ്ങനെ സമീപിക്കണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് താജിദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ ഖുർആൻ 4 മാസങ്ങൾ പോലും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ എന്ന മാലാഖ ഓതിക്കൊടുത്തു. യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാ. യുദ്ധത്തോട് കൊതിയുണ്ടെങ്കിൽ അങ്ങനെ തീരുമാനം ഇസ്ലാമിൽ അല്ലാഹു തീരുമാനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, ബദർ നടന്നില്ലേ, ഉഹുദ് നടന്നില്ലേ? ബദർ ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് മാത്രമാ. അവിടെ നബി തങ്ങൾ ചെയ്ത കാര്യമറിയോ? ബദറിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ബദറിൽ അതാ വിജയം അല്ലാഹുവിൻ്റെ റസൂലിന് കിട്ടി. എന്ത് കാരണം കൊണ്ട്? ഈമാൻ എന്ന വിശ്വാസം മാത്രമാ. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, അല്ലാഹുവേ, ഈ നിൽക്കുന്ന 313 നോമ്പുകാരാ അന്നം കുടിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, പൊട്ടിയ വാളുകളാണ്, ഒട്ടിയ വയറുകളാണ്. ഞങ്ങളോടൊപ്പമുള്ള ഒട്ടകങ്ങൾ മൊത്തവും ഒട്ടിയവരാണ്. കുതിരകൾ മുഴുവനും വല്ലാത്ത വേദനകളും പ്രതിസന്ധിയും ഉള്ള, ഒന്നിനും കൊള്ളാത്ത രോഗികളായി കഴിയുന്ന വസ്തുക്കളുള്ളവാണ്. വാളുകൾ ഞങ്ങളെ കൈവശമില്ല, പരിചകൾ ഞങ്ങളെ കൈവശമില്ല, എല്ലാം പൊട്ടിയതും മുട്ടിയതുമാണ്. അതുകൊണ്ട് എൻ്റെ സഹാബത്തിനെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അഥവാ ഞങ്ങൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ പരലോകത്ത് വിജയിച്ചവരാകും. പക്ഷേ ഇസ്ലാം ഇവിടെ പരാജയപ്പെടും. രണ്ടായാലും ഇസ്ലാമിന് നഷ്ടവും വരാനില്ലെന്ന് പറഞ്ഞാണ് അല്ലാഹുവിൻ്റെ റസൂൽ രണാങ്കണ ഭൂമി ഇറങ്ങുന്നത്. ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടമാണെന്ന് എല്ലാം അറിയാം. 10,000 കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, അതിൻ്റെ എല്ലാ സംവിധാനങ്ങളുണ്ട്. തടിച്ചു കൊഴുത്തതായ ഒട്ടകങ്ങൾ, കുതിരകൾ, അതുപോലെ വാളുകൾ, റഡാറുകൾ എന്ന് പറഞ്ഞതുപോലെ പല സങ്കല്പങ്ങൾക്ക് അപ്പുറമായ എല്ലാ നിലയിലും ഭദ്രതയുള്ള ഭരണകൂടത്തിൻ്റെ ഭീകരതയുടെ എല്ലാ അന്തരീക്ഷങ്ങളും തീർക്കാൻ കഴിയുന്ന വല്ലാത്ത ശത്രുപക്ഷം മറുപക്ഷത്ത് നിൽക്കുമ്പോൾ അതാ നബിതങ്ങൾ അതാ എല്ലാ നിലയിലും വിജയം കൈവരിക്കാൻ അല്ലാഹുവിൻ്റെ മുമ്പിൽ യാചിച്ചുകൊണ്ട് ദുആ ചെയ്തു. ആ കാരണം കൊണ്ട് തന്നെ ദുആയ അല്ലാഹു സ്വീകരിക്കപ്പെടുകയും അവസാനം ശത്രുവംശത്തെ ബന്ദിയാക്കപ്പെട്ടു. അപ്പോൾ നബിതങ്ങളുടെ പ്രഖ്യാപനം അവിടെയാ ശ്രദ്ധിക്കപ്പെടേണ്ടത്. മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഞാൻ ബന്ദിയാക്കപ്പെട്ടു, ഞാൻ കൊല്ലാനല്ല, നിങ്ങളെ ഞാൻ നശിപ്പിക്കാനല്ല, ചതിക്കാനല്ല, കൂടിയാലോചന രഹസ്യങ്ങൾക്ക് ഉപയോഗിക്കാനൊന്നുമല്ല. മറിച്ചെന്തിനെന്നറിയോ? അല്ലെങ്കിൽ മറ്റുള്ള മുസ്ലിമീങ്ങളെ ഈ കാരണം കൊണ്ട് കൊന്നു തീർക്കാൻ, എൻ്റെ മറയിൽ പല ഉദ്ദേശത്തോടെ പ്രവർത്തിക്കാനൊന്നുമല്ല. മറിച്ച് നിങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സഹാബത്തിന് ഇരുത്തുവാൻ എറിഞ്ഞൂടാത്ത ഉമ്മികളായ എൻ്റെ സഹാബത്തുണ്ട്. അവരിൽ നിങ്ങളാർക്കെങ്കിലും ഒന്ന് അറിവ് പറഞ്ഞു കൊടുക്കുമോ? വിജ്ഞാനത്തിൻ്റെ ഒന്നുമല്ലാത്തവർക്ക് നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ അഗ്നിവേശമാകുമോ? നിങ്ങളെ മുഴുവൻ പേരെ ഞാൻ ഈ നിമിഷം മോചിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു, അതിൽ നിന്ന് സമ്മതിച്ചാൽ മതി. ഇവിടെ തന്നെ മനസ്സിലാകാൻ നബിതങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങളുണ്ട്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, മഹാനായ അലിയാർ തങ്ങളുണ്ട്, അങ്ങനെ പറയേണ്ട അനവധി മഹാന്മാരായ സഹാബത്തുണ്ട്. അവർ ഒരു നിമിഷം ജനിച്ചുവെങ്കിൽ അവരെല്ലാം ഒന്നുമല്ലാതെ ആക്കാൻ നബിതങ്ങളുടെ തീരുമാനം അങ്ങനെയല്ല. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ മോചിതമാക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എൻ്റെ സഹാബത്തിന് വിജ്ഞാനം പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരുക്കും യുദ്ധത്തിന് ആശിക്കുന്നില്ല. നമ്മളും ആശ പറഞ്ഞുകൊണ്ട് യുദ്ധം നല്ലതാ, നടക്കട്ടെ, കൊല്ലട്ടെ, അത് നടന്നുകൊണ്ടേ ഇരിക്കട്ടെ, അത് മറ്റുള്ളവരെ തിന്നട്ടെ എന്നല്ല പറയേണ്ടത്. അല്ലാഹുവേ, എത്ര നിരപരാധികളാ കൊല്ലപ്പെടുന്നത്, എത്ര പാവങ്ങളാ എട്ടും പൊട്ടും തിരിയാത്ത എത്ര പേരാ ഒന്നുമല്ലാതെ യുദ്ധത്തിൽ അടിമയാക്കപ്പെടുന്നത്. കൊലയ്ക്ക് മുമ്പിൽ വല്ലാതെ ഓച്ചാനിക്കപ്പെടുന്നത്. വല്ലാത്ത അവസ്ഥയല്ലേ? നിരപരാധികൾ, ജീവജാലങ്ങൾ, മിണ്ടാപ്രാണികളടക്കം ഒന്നുമല്ലാതെ
അവരതാ യുദ്ധത്തിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച പ്രകാരമുള്ള ജീവിതം പോലും നഷ്ടപ്പെട്ടുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി അതാ അമർന്നു പോവുകയാണ്. അതാണ് അല്ലാഹു പറയുന്നു, അഹ്കമുൽ ഹാകിമീൻ. ഈ ലോകത്തുള്ള മുഴുവൻ വിധികർത്താവ് അല്ലാഹുവാ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ മാലിക്കുൽ മുൽക്ക് ആയ അല്ലാഹുവാണ്. വേറെ ഒരാൾക്കും അധികാരമില്ല. ചെറിയൊരു ഇറുമ്പിനെ പോലും കൊല്ലാൻ, നമുക്കരിക്കാൻ നമുക്ക് അനുമതിയില്ല. അതുകൊണ്ട് നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യമുണ്ട്. കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. യുവാവേ, ഓ സമൂഹമേ, ഓ സമുദായമേ, ഇതെല്ലാം നാളെ റബ്ബിൻ്റെ മുമ്പിൽ മഹ്ശറയിൽ ചോദ്യമുണ്ട് കേട്ടോ. ഓരോരുത്തരെന്ത് നടപടികൾക്കാണ് മുൻതൂക്കം നൽകിയതിനെപ്പറ്റി നാളെ റബ്ബിൻ്റെ മുമ്പിലുള്ള കോടതിയിൽ ചർച്ചയുണ്ട്. ഇവിടെ 100 വരെ കൊന്നതിന് ഒരു ശിക്ഷയുള്ളൂ. എന്നാൽ അള്ളാൻ്റെ കോടതിയിൽ അങ്ങനെയല്ല കേട്ടോ. 100 പേരെയും കൊന്നതിന് ഓരോ ടൈമിലും അല്ലാഹു ജീവൻ നൽകിയിട്ട് അവിടെ നീതിയുടെ ഉറവിടം അവിടെ നടപ്പിലാക്കുന്ന നേതാവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അതിന് തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അതാണ് റബ്ബിൻ്റെ കോടതി, ദുനിയാവിൻ്റെ കോടതിയല്ല.